പ്രിയപ്പെട്ടവരെ നമസ്കാരം. +1 തുല്യതയുടെ എക്കണോമിക്സിൻ്റെ അക്ഷരകേരളിയിലെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ ചർച്ച ചെയ്യുന്ന വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. സുസ്ഥിര വികസനത്തിൻ്റെ പ്രാധാന്യമെന്ത്? സുസ്ഥിര വികസനത്തിൻ്റെ തത്വങ്ങൾ വിശദമാക്കുക. ഭാവി തലമുറയുടെ ആവശ്യങ്ങൾക്ക് കോട്ടം തട്ടാത്ത വിധത്തിൽ പ്രകൃതി വിഭവങ്ങളെ സംരക്ഷിച്ച് നിർത്തിക്കൊണ്ട് നിലവിലെ തലമുറയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന വികസന പ്രക്രിയയാണ് സുസ്ഥിര വികസനം. ഭാവി തലമുറയുടെ ആവശ്യങ്ങൾക്ക് ഒരു കോട്ടവും വരുത്താതെ പ്രകൃതി വിഭവങ്ങളെ സംരക്ഷിച്ച് നിർത്തിക്കൊണ്ട് നിലവിലെ തലമുറയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന വികസന പ്രക്രിയയാണ് നമ്മൾ സുസ്ഥിര വികസനമെന്ന് വിളിക്കുന്നത്. പ്രകൃതി വിഭവങ്ങളുടെ അമിതമായ ചൂഷണം തടയുക, പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കുക, ഭൂമിയിലെ ജീവൻ്റെ നിലനിൽപ്പ് വരും തലമുറയ്ക്കായി ഉറപ്പുവരുത്തുക എന്നിവ അത്യന്തം അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ പ്രകൃതി വിഭവങ്ങളുടെ അമിതമായ ചൂഷണം തടയുക, പരിസ്ഥിതിയിലെ മലിനീകരണം കുറയ്ക്കുക, ഭൂമിയിലെ ജീവൻ്റെ നിലനിൽപ്പ് അടുത്ത തലമുറയ്ക്കായി ഉറപ്പുവരുത്തുക, ഇവ ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. സുസ്ഥിര വികസനത്തിൻ്റെ പ്രധാനപ്പെട്ട തത്വങ്ങൾ നോക്കാം. എന്താണ് അതിൻ്റെ പ്രിൻസിപ്പിൾസ് എന്ന് നോക്കാം. മാനവ ജീവൻ്റെ ഗുണനിലവാരം ഉയർത്തുക, അതായത് പരിസ്ഥിതിയെ നശിപ്പിക്കാതെ മനുഷ്യൻ്റെ യഥാർത്ഥ ജീവിത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക. പരിസ്ഥിതിയെ നശിപ്പിക്കാതെ മനുഷ്യൻ്റെ യഥാർത്ഥ ജീവിത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക. വന്യജീവികൾ, വനങ്ങൾ, മറ്റു ജൈവ വൈവിധ്യങ്ങൾ എന്നിവ നശിക്കാതെ കാത്തു സൂക്ഷിക്കുക. വന്യജീവികൾ, വനങ്ങൾ, മറ്റു ജൈവ വൈവിധ്യങ്ങൾ എന്നിവ നശിക്കാതെ കാത്തു സൂക്ഷിക്കുക. പ്രകൃതി വിഭവങ്ങളുടെ ശോഷണം കുറയ്ക്കുക. പെട്രോളിയം, കൽക്കരി തുടങ്ങിയ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുകയും പകരം പുനരുൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന സ്രോതസ്സുകൾ ഉപയോഗിക്കുകയും ചെയ്യുക. പെട്രോളിയം, കൽക്കരി തുടങ്ങിയ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുകയും പകരം പുനരുൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന സ്രോതസ്സുകൾ ഉപയോഗിക്കുകയും ചെയ്യുക. പരിസ്ഥിതിയോടുള്ള വ്യക്തിപരമായ മനോഭാവത്തിൽ മാറ്റം വരുത്തുക. മാലിന്യങ്ങൾ കുറയ്ക്കുക, റീസൈക്ലിംഗ് പ്രോത്സാഹിപ്പിക്കുക, പരിസ്ഥിതി സൗഹൃദ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുക എന്നിവ ശീലമാക്കുക. മാലിന്യങ്ങൾ കുറയ്ക്കുക, റീസൈക്ലിംഗ് പ്രോത്സാഹിപ്പിക്കുക, പരിസ്ഥിതി സൗഹൃദ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുക എന്നിവ ശീലമാക്കുക. അടുത്ത ഒരു പ്രധാനപ്പെട്ട ചോദ്യം നോക്കാം. എന്നും പരീക്ഷയിൽ ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഇന്ത്യയിൽ ദാരിദ്ര്യം നിലനിൽക്കാനുള്ള കാരണങ്ങൾ എന്തെല്ലാം? ഇന്ത്യയിൽ ദാരിദ്ര്യം നിലനിൽക്കാനുള്ള കാരണങ്ങൾ. ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഏതെങ്കിലും 4 ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ വിശദീകരിക്കുക. അപ്പം ഇന്ത്യയിൽ ദാരിദ്ര്യം നിലനിൽക്കാനുള്ള കാരണങ്ങൾ ആദ്യം നോക്കാം. 1. ബ്രിട്ടീഷ് ചൂഷണം. ബ്രിട്ടീഷ് ഭരണകാലത്തുണ്ടായ തെറ്റായ നയങ്ങൾ ഇന്ത്യയിലെ പരമ്പരാഗത വ്യവസായങ്ങളെയും കൃഷിയെയും തകർത്തു. ഇതിൻ്റെ ആഘാതം സ്വാതന്ത്ര്യത്തിന് ശേഷവും തുടരുകയുണ്ടായി. അപ്പോൾ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണകാലത്തുണ്ടായ തെറ്റായ നയങ്ങൾ ഇന്ത്യയിലെ പരമ്പരാഗത വ്യവസായങ്ങളെയും കൃഷിയെയും തകർത്തു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടും ഇത് തുടർന്നു പോന്നുകൊണ്ടിരുന്നു. കുറഞ്ഞ മൂലധന രൂപീകരണവും വികസന മുരടിപ്പുമാണ് മറ്റൊരു കാരണം. കുറഞ്ഞ മൂലധന രൂപീകരണവും വികസന മുരടിപ്പും. വ്യവസായശാലകളുടെ കുറവ് മൂലം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നില്ല. വ്യവസായശാലകളുടെ കുറവ് മൂലം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നില്ല. 3ാമത്തെ കാരണം വിദ്യാഭ്യാസത്തിൻ്റെയും നൈപുണ്യത്തിൻ്റെയും കുറവാണ്. ജനങ്ങൾക്ക് മതിയായ തൊഴിൽ അറിവില്ലാത്തതിനാൽ കുറഞ്ഞ കൂലി ലഭിക്കുന്ന ജോലികൾ ചെയ്യാൻ നിർബന്ധിതരാകുന്നു. ജനങ്ങൾക്ക് മതിയായ തൊഴിൽ അറിവില്ലാത്തതിനാൽ കുറഞ്ഞ കൂലി ലഭിക്കുന്ന ജോലികൾ ചെയ്യാൻ നിർബന്ധിതരാകുന്നു. 4ാമത്തേത് ഉയർന്ന പണപ്പെരുപ്പമാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ വില നിരന്തരം വർദ്ധിക്കുന്നത് പാവപ്പെട്ടവരുടെ യഥാർത്ഥ വരുമാനശേഷി ഇല്ലാതെയാക്കുന്നുണ്ട്. നിത്യോപയോഗ സാധനങ്ങളുടെ വില നിരന്തരം വർദ്ധിക്കുന്നത് പാവപ്പെട്ടവരുടെ യഥാർത്ഥ വരുമാനശേഷി ഇല്ലാതെയാക്കുന്നു. ഇനി നമുക്ക് ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ നോക്കാം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി 2006 ആരംഭിച്ച ഈ പദ്ധതി ഗ്രാമീണ മേഖലയിലെ ഓരോ കുടുംബത്തിനും വർഷത്തിൽ കുറഞ്ഞത് 100 ദിവസത്തെ
വേതനത്തോടു കൂടിയ തൊഴിൽ ഉറപ്പ് നൽകുന്നു. 2006 ഈ പദ്ധതി ആരംഭിച്ചത്. ഗ്രാമീണ മേഖലയിലെ ഓരോ കുടുംബത്തിനും വർഷത്തിൽ കുറഞ്ഞത് 100 ദിവസത്തെ വേതനത്തോടു കൂടിയ തൊഴിൽ ഉറപ്പ് നൽകുന്നു. ഇത് പാവപ്പെട്ടവരുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ സഹായിച്ചിട്ടുണ്ട്. രണ്ടാമത്തേത് പ്രധാനമന്ത്രി റോസ്ഗർ യോജന PMRY. വിദ്യാസമ്പന്നരായ തൊഴിലില്ലാത്ത യുവാക്കൾക്ക് സ്വന്തമായി ചെറുകിട വ്യവസായങ്ങളോ കച്ചവടമോ തുടങ്ങുന്നതിനായി കുറഞ്ഞ പലിശ നിരക്കിൽ ബാങ്ക് വായ്പ ലഭ്യമാക്കുന്ന പദ്ധതിയാണിത്. വിദ്യാസമ്പന്നരായ തൊഴിലില്ലാത്ത യുവാക്കൾക്ക് സ്വന്തമായി ചെറുകിട വ്യവസായങ്ങളോ കച്ചവടമോ തുടങ്ങുന്നതിനായി കുറഞ്ഞ പലിശ നിരക്കിൽ ബാങ്ക് വായ്പ ലഭ്യമാക്കുന്ന പദ്ധതി. സ്വർണ്ണ ജയന്തി ഗ്രാമ സരോസ്കർ യോജന SGSY. ഗ്രാമീണ മേഖലയിലെ പാവപ്പെട്ട ജനങ്ങളെ സ്വയം സഹായ സംഘങ്ങളായി സംഘടിപ്പിച്ച് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ്. അപ്പോൾ ഗ്രാമീണ മേഖലയിലെ പാവപ്പെട്ട ജനങ്ങളെ സ്വയം സഹായ സംഘങ്ങളായി സംഘടിപ്പിച്ചുകൊണ്ട് അവർക്ക് വായ്പയും സബ്സിഡിയും നൽകുന്നു. അവർക്ക് ബാങ്ക് വായ്പകളും സബ്സിഡിയും നൽകുന്നു. സ്വയം തൊഴിൽ കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു പദ്ധതിയാണ് SGSY എന്നത്. നാലാമത്തേതാണ് പ്രധാനമന്ത്രി ആവാസ് യോജന PMAY എന്നാണ്. ദരിദ്രരായ ജനങ്ങൾക്ക് സുരക്ഷിതമായ വീട് നിർമ്മിച്ച് നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഭവന നിർമ്മാണ പദ്ധതിയാണിത്. ദരിദ്രരായ ജനങ്ങൾക്ക് സുരക്ഷിതമായ വീട് നിർമ്മിച്ച് നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന എന്നത്. അടുത്തൊരു ചോദ്യം നോക്കാം. മനുഷ്യ മൂലധനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? മനുഷ്യ മൂലധനത്തിൻ്റെ ഏതെങ്കിലും 4 പ്രധാന ഉറവിടങ്ങൾ എഴുതുക. ഒരു രാജ്യത്തിൻ്റെ വളർച്ചയിൽ മനുഷ്യ മൂലധന രൂപീകരണത്തിൻ്റെ പങ്ക് വ്യക്തമാക്കുക. അപ്പം എന്താണ് ഹ്യൂമൻ ക്യാപിറ്റൽ അഥവാ മനുഷ്യ മൂലധനം എന്ന് നോക്കാം. ഒരു രാജ്യത്തെ ജനങ്ങളിൽ അടങ്ങിയിരിക്കുന്ന അറിവ്, കഴിവ്, വൈദഗ്ധ്യം, ഉൽപാദനക്ഷമത, വിദ്യാഭ്യാസം എന്നിവയുടെ ആകെ തുകയാണ് മനുഷ്യ മൂലധനം എന്നത്. ഒരു രാജ്യത്തെ ജനങ്ങളിൽ അടങ്ങിയിരിക്കുന്ന അറിവ്, കഴിവ്, വൈദഗ്ധ്യം, ഉൽപാദനക്ഷമത, വിദ്യാഭ്യാസം എന്നിവയുടെ ആകെ തുക. ഒരു രാജ്യത്തെ ജനങ്ങളെ മികച്ച ആസ്തിയാക്കി മാറ്റുന്ന പ്രക്രിയയാണിത്. ഒരു രാജ്യത്തെ ജനങ്ങളെ മികച്ച ആസ്തിയാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ഇത്. മനുഷ്യ മൂലധനത്തിൻ്റെ പ്രധാനപ്പെട്ട ഉറവിടങ്ങൾ അഥവാ സോഴ്സ് നോക്കാം. 1. വിദ്യാഭ്യാസത്തിനായുള്ള ചെലവ്. ഇത് ഭാവിയിൽ കൂടുതൽ വരുമാനവും വൈദഗ്ധ്യവും നൽകുന്നു. വിദ്യാഭ്യാസത്തിനുള്ള ചെലവാണ് ഒന്നാമത്തേത്. ഇത് ഭാവിയിൽ കൂടുതൽ വരുമാനവും വൈദഗ്ധ്യവും നൽകുന്നു. 2. ആരോഗ്യത്തിനായുള്ള ചെലവ്. എക്സ്പെൻഡിച്ചർ ഓൺ ഹെൽത്ത് എന്ന് പറയും. ആരോഗ്യവാനായ ഒരു തൊഴിലാളിക്ക് കൂടുതൽ സമയം കാര്യക്ഷമമായി ജോലി ചെയ്യാൻ കഴിയും. ആരോഗ്യവാനായിട്ടുള്ള ഒരു തൊഴിലാളിക്ക് വളരെയധികം നേരം നല്ല രീതിയിൽ ജോലി ചെയ്യാനായിട്ട് സാധിക്കും. 3. ജോലിക്കിടയിലുള്ള പരിശീലനമാണ്. ഓൺ ദ ജോബ് ട്രെയിനിങ് ആണ്. തൊഴിലാളികളുടെ ഉൽപാദനക്ഷമതയും സാങ്കേതിക അറിവും വർദ്ധിപ്പിക്കുന്നു. നല്ല പരിശീലനം കൊടുക്കുകയാണെങ്കിൽ തൊഴിലാളികൾ ഉൽപാദനക്ഷമതയും അവരുടെ സാങ്കേതിക അറിവും വർദ്ധിക്കുന്നതാണ്. 4. സ്ഥലം മാറ്റത്തിനായുള്ള ചെലവാണ്. മൈഗ്രേഷൻ എന്ന് പറയും. മികച്ച തൊഴിലവസരങ്ങൾ തേടി ആളുകൾ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്നതിലൂടെ വിഭവങ്ങൾ കൃത്യമായി വിനിയോഗിക്കപ്പെടുന്നു. മികച്ച തൊഴിലവസരങ്ങൾ തേടി ആളുകൾ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്നത് വിഭവങ്ങൾ കൃത്യമായി വിനിയോഗിക്കപ്പെടുന്നു. രാജ്യത്തിൻ്റെ വളർച്ചയിൽ മനുഷ്യ മൂലധനത്തിൻ്റെ പങ്ക് എന്താണെന്ന് നോക്കാം. മനുഷ്യ മൂലധന രൂപീകരണം രാജ്യത്തിൻ്റെ സാമ്പത്തിക ഉൽപാദനക്ഷമത കൂട്ടുന്നു. മനുഷ്യ മൂലധന രൂപീകരണം രാജ്യത്തിൻ്റെ സാമ്പത്തിക ഉൽപാദനക്ഷമത കൂട്ടുന്നു. വിദ്യാസമ്പന്നരും ആരോഗ്യവാന്മാരുമായ ജനങ്ങൾ പുതിയ സാങ്കേതിക വിദ്യകൾ വേഗത്തിൽ കൈകാര്യം ചെയ്യുകയും കണ്ടുപിടുത്തങ്ങൾ നടത്തുകയും ചെയ്യുന്നു. അപ്പോൾ ആരോഗ്യവാന്മാരായിട്ടുള്ള അല്ലെങ്കിൽ വിദ്യാസമ്പന്നരായിട്ടുള്ള ജനങ്ങൾ പുതിയ സാങ്കേതിക വിദ്യകൾ വളരെ വേഗത്തിൽ മനസ്സിലാക്കുന്നു. അവർ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നു. ഇത് രാജ്യത്തിൻ്റെ ആകെ വരുമാനം GDP വർദ്ധിപ്പിക്കുകയും ജീവിത നിലവാരം ഉയർത്തുകയും ദാരിദ്ര്യം കുറയ്ക്കുകയും ചെയ്യുന്നു. ഇത് രാജ്യത്തിൻ്റെ ആകെ വരുമാനം GDP വർദ്ധിപ്പിക്കുന്നു, ജീവിത നിലവാരം ഉയർത്തുന്നു, ദാരിദ്ര്യം കുറയ്ക്കുകയും ചെയ്യുന്നു. അടുത്ത ചോദ്യം, ഹരിത വിപ്ലവത്തിൻ്റെ 2 ഗുണങ്ങൾ.
ഭക്ഷ്യ സ്വയം പര്യാപ്തത, ഹരിതവിപ്ലവത്തിൻ്റെ ഒരു ഗുണമാണ് ഭക്ഷ്യ സ്വയം പര്യാപ്തത. ഉയർന്ന വിളവ് തരുന്ന വിത്തിനങ്ങളുടെ ഉപയോഗത്തിലൂടെ ഭക്ഷ്യധാന്യ ഉൽപ്പാദനം, പ്രത്യേകിച്ച് ഗോതമ്പ്, നെല്ല് എന്നിവ വൻതോതിൽ വർദ്ധിക്കുകയും ഇത് ഇന്ത്യ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഉയർന്ന വിളവ് തരുന്ന വിത്തിനങ്ങളുടെ HYV സീഡ്സിൻ്റെ ഉപയോഗത്തിലൂടെ ഭക്ഷ്യധാന്യ ഉൽപ്പാദനം വൻതോതിൽ വർദ്ധിച്ചു. 2. കർഷകരുടെ വരുമാന വർധനവ്. ഉൽപ്പാദനക്ഷമത കൂടിയത് വിപണിയിൽ വിൽക്കാൻ സാധിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ വർദ്ധിക്കുകയും കർഷകരുടെ സാമ്പത്തിക നില മെച്ചപ്പെടുകയും ചെയ്തു. ഉൽപ്പാദനക്ഷമത കൂടിയത് വഴി വിപണിയിൽ വിൽക്കാൻ സാധിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ വർദ്ധിക്കുകയും കർഷകരുടെ സാമ്പത്തിക നില മെച്ചപ്പെടുകയും ചെയ്തു. ചോദ്യാവലി തയ്യാറാക്കുമ്പോൾ അഥവാ ക്വസ്റ്റ്യനെയർ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? ചോദ്യാവലി അഥവാ ക്വസ്റ്റ്യനെയർ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: 1. ചോദ്യങ്ങളുടെ എണ്ണം കുറവായിരിക്കണം. വലിച്ചു വാരിയുള്ള ചോദ്യങ്ങൾ വേണ്ട. വളരെ ലളിതമായ, നീണ്ടു പോകാത്ത, കുറച്ച് വിവരങ്ങൾ നൽകുന്ന ചോദ്യങ്ങളായിരിക്കണം വേണ്ടത്. മടുപ്പ് ഉളവാക്കുന്ന ചോദ്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ചോദ്യങ്ങളുടെ എണ്ണം എല്ലായ്പ്പോഴും കുറവായിരിക്കണം. വളരെ നീണ്ടു പോയാൽ വിവരങ്ങൾ നൽകുന്നയാൾക്ക് മടുപ്പ് തോന്നാനുള്ള സാധ്യത കൂടുതലാണ്. 2. ലളിതവും വ്യക്തവുമായിരിക്കണം. ചോദ്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാകുന്ന ഭാഷയിലായിരിക്കണം. ഇരട്ട അർത്ഥമുള്ളതോ അവ്യക്തമായതോ ആയ വാക്കുകൾ ഒഴിവാക്കേണ്ടതാണ്. ചോദ്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാകുന്ന ഭാഷയിലുള്ളതായിരിക്കണം. ഇരട്ട അർത്ഥമുള്ളതോ അവ്യക്തമായ വാക്കുകളോ ഒഴിവാക്കേണ്ടതാണ്. 3. വ്യക്തിപരമായ ചോദ്യങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ആളുകളുടെ സ്വകാര്യതയെ ബാധിക്കുന്നതോ പ്രകോപിപ്പിക്കുന്നതോ ആയ ചോദ്യങ്ങൾ ഒഴിവാക്കണം. ആളുകളുടെ സ്വകാര്യതയെ ബാധിക്കുന്നതോ പ്രകോപിപ്പിക്കുന്നതോ ആയ ചോദ്യങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. 4. ക്രമബദ്ധമായിരിക്കണം. ചോദ്യങ്ങൾ പൊതുവായവയിൽ നിന്ന് തുടങ്ങി പിന്നീട് പ്രത്യേക കാര്യങ്ങളിലേക്ക് കടക്കുന്ന യുക്തിഭദ്രമായ ക്രമത്തിലുള്ളവയായിരിക്കണം. ചോദ്യങ്ങൾ പൊതുവായവയിൽ നിന്ന് തുടങ്ങി പിന്നീട് പ്രത്യേക കാര്യങ്ങളിലേക്ക് കടക്കുന്ന യുക്തിഭദ്രമായ ക്രമത്തിൽ ആയിരിക്കണം. ലോജിക്കൽ ഓർഡറിലായിരിക്കണം. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. സാമ്പത്തിക ശാസ്ത്രത്തിൽ സാംഖികത്തിൻ്റെ സ്റ്റാറ്റിക്സിൻ്റെ പ്രാധാന്യം എന്താണ്? അപ്പോൾ സാമ്പത്തിക ശാസ്ത്ര പഠനത്തിൽ സാംഖികം ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. പ്രശ്നങ്ങൾ കൃത്യമായി അവതരിപ്പിക്കാൻ ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, വിലക്കയറ്റം തുടങ്ങിയ സാമ്പത്തിക പ്രശ്നങ്ങളെ കൃത്യമായ അക്കങ്ങളിലൂടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, വിലക്കയറ്റം തുടങ്ങിയ സാമ്പത്തിക പ്രശ്നങ്ങളെ കൃത്യമായ അക്കങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. 2. താരതമ്യ പഠനത്തിന് വ്യത്യസ്ത വർഷങ്ങളിലെ ദേശീയ വരുമാനം അല്ലെങ്കിൽ വിവിധ രാജ്യങ്ങളിലെ സാമ്പത്തിക വളർച്ച എന്നിവ താരതമ്യം ചെയ്യാൻ സഹായിക്കുന്നു. വ്യത്യസ്ത വർഷങ്ങളിലെ ദേശീയ വരുമാനം അല്ലെങ്കിൽ വിവിധ രാജ്യങ്ങളിലെ സാമ്പത്തിക വളർച്ച എന്നിവ താരതമ്യം ചെയ്യാൻ സഹായിക്കുന്നു. 3. നയരൂപീകരണത്തിന് ഭാവിയിലെ സാമ്പത്തിക പ്രവണതകൾ മുൻകൂട്ടി കണ്ട് ബഡ്ജറ്റ്, നികുതി തുടങ്ങിയ സർക്കാർ നയങ്ങൾ ആസൂത്രണം ചെയ്യാൻ സ്ഥിതിവിവര കണക്കുകൾ അത്യാവശ്യമാണ്. ഭാവിയിലെ സാമ്പത്തിക പ്രവണതകൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് ബഡ്ജറ്റ്, നികുതി തുടങ്ങിയ സർക്കാർ നയങ്ങൾ രൂപീകരിക്കുന്നതിന് ആസൂത്രണം ചെയ്യാൻ സ്ഥിതിവിവര കണക്കുകൾ സഹായിക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ് ഇനി നോക്കുന്നത്. ദാരിദ്ര്യരേഖ എന്നാൽ എന്താണ്? ഇന്ത്യയിൽ ദാരിദ്ര്യം നിലനിൽക്കുന്നതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണ്? എന്താണ് പോവർട്ടി ലൈൻ അഥവാ ദാരിദ്ര്യരേഖ എന്ന് നോക്കാം. സമൂഹത്തിൽ ഒരു വ്യക്തിക്ക് അന്തസ്സായി ജീവിക്കാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ ജീവിത നിലവാരത്തെയോ വരുമാനത്തെയോ വേർതിരിക്കുന്ന രേഖയാണിത്. ഒരു സമൂഹത്തിൽ ഒരു വ്യക്തിക്ക് അന്തസ്സായി ജീവിക്കാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ ജീവിത നിലവാരത്തെയോ വരുമാനത്തെയോ വേർതിരിക്കുന്ന രേഖ. ഇന്ത്യയിൽ സാധാരണയായി പ്രതിശീർഷ ഉപഭോഗ ചെലവും കലോറി ഉപഭോഗവും അടിസ്ഥാനമാക്കിയാണ് ഇത് നിർണ്ണയിക്കുന്നത്. ഇന്ത്യയിൽ സാധാരണയായി പ്രതിശീർഷ ഉപഭോഗ ചെലവും കലോറി ഉപഭോഗവും അടിസ്ഥാനമാക്കിയിട്ടാണ് ഇത് നിർണ്ണയിക്കുന്നത്. ഗ്രാമങ്ങളിൽ പ്രതിദിനം 2400 കലോറിയും നഗരങ്ങളിൽ 2100 കലോറിയും ലഭിക്കാനുള്ള ശേഷിയാണിത്. ഇതിലും താഴെ ജീവിക്കുന്നവരെ ദാരിദ്ര്യരേഖ താഴെയുള്ളവർ BPL ബിലോ പോവർട്ടി ലൈൻ എന്നാണ് കണക്കാക്കാറുള്ളത്. ഇന്ത്യയിൽ ദാരിദ്ര്യം നിലനിൽക്കാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്? അമിതമായിട്ടുള്ള ജനസംഖ്യാ വർധനവ്. ജനസംഖ്യ വേഗത്തിൽ വർദ്ധിക്കുന്നത് ലഭ്യമായ വിഭവങ്ങളുടെ മേൽ സമ്മർദ്ദമുണ്ടാക്കുകയും പ്രതിശീർഷ വരുമാനം കുറയ്ക്കുകയും ചെയ്യുന്നു. ജനസംഖ്യ വളരെ വേഗത്തിലാണ് വർദ്ധിക്കുന്നത്. ഇത് ലഭ്യമായിട്ടുള്ള വിഭവങ്ങളുടെ മേൽ സമ്മർദ്ദമുണ്ടാക്കുന്നു. തന്മൂലം പ്രതിശീർഷ വരുമാനം കുറയുകയും ചെയ്യുന്നു. തൊഴിലില്ലായ്മയും അല്പത്തൊഴിലുമാണ്.
തൊഴിലവസരങ്ങളുടെ കുറവുണ്ട്. കൃഷി മേഖലയിലെ പ്രച്ഛന്ന തൊഴിലില്ലായ്മയും ജനങ്ങളുടെ വരുമാനം ഇല്ലാതെയാക്കുന്നുണ്ട്. തൊഴിലവസരങ്ങളുടെ കുറവുണ്ട്, കാർഷിക മേഖലയിലെ പ്രച്ഛന്ന തൊഴിലില്ലായ്മ ജനങ്ങളുടെ വരുമാനം ഇല്ലാതെയാക്കുന്നു. സമ്പത്തിൻ്റെ അസമമായ വിതരണം. രാജ്യത്തെ വരുമാനവും ഭൂമിയും കുറച്ചു പേരിൽ മാത്രം കേന്ദ്രീകരിക്കപ്പെട്ടതാൽ ഭൂരിഭാഗം വരുന്ന സാധാരണക്കാർ ദരിദ്രരായി തുടരുന്നതാണ്. രാജ്യത്തെ വരുമാനം ഭൂമിയും കുറച്ച് ആളുകളിൽ മാത്രമാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം ആളുകളും ദരിദ്രരായി തുടരുന്നു. അടുത്ത ചോദ്യം, ഹരിത വിപ്ലവത്തിൻ്റെ 2 ദോഷങ്ങൾ എഴുതുക. ഹരിത വിപ്ലവത്തിൻ്റെ 2 ദോഷങ്ങൾ. പ്രാദേശികവും വിളപരവുമായിട്ടുള്ള അസമത്വം. ഹരിത വിപ്ലവം പഞ്ചാബ്, ഹരിയാന, പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ മാത്രമായി ഒതുങ്ങി നിന്നു. ഹരിത വിപ്ലവം പഞ്ചാബ്, ഹരിയാന, പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ മാത്രമായി ഒതുങ്ങി നിന്നു. കൂടാതെ ഇതിൻ്റെ പ്രയോജനം പ്രധാനമായും ഗോതമ്പ് കൃഷിക്കും നെൽകൃഷിക്കും മാത്രമാണ് ലഭിച്ചതെന്ന് പറയാം. ഇതിൻ്റെ പ്രയോജനം പ്രധാനമായും ഗോതമ്പ് കൃഷിക്കും നെൽകൃഷിക്കും മാത്രമാണ് ലഭിച്ചത്. മറ്റൊന്ന് പരിസ്ഥിതി പ്രശ്നങ്ങളാണ്. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും അമിതമായ ഉപയോഗം മണ്ണിലെ പോഷകാംശം നഷ്ടപ്പെടുത്തുകയും ഭൂഗർഭ ജലനിരപ്പ് താഴാൻ ഇടയാക്കുകയും ചെയ്തിട്ടുണ്ട്. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും അമിതമായിട്ടുള്ള ഉപയോഗം മണ്ണിലെ പോഷകാംശം നഷ്ടപ്പെടുത്തുകയും ഭൂഗർഭ ജലനിരപ്പ് താഴാൻ ഇടയാക്കുകയും ചെയ്തു. മറ്റൊരു ചോദ്യം, 1991 വലിയ സാമ്പത്തിക പരിഷ്കാരങ്ങളിലേക്ക് കടക്കാനുണ്ടായ പശ്ചാത്തലം വ്യക്തമാക്കുക. സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ വന്ന ഏതെങ്കിലും 2 പ്രധാന മാറ്റങ്ങൾ എഴുതുക. അപ്പോൾ 1991 സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ പശ്ചാത്തലം. 1991 കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഇന്ത്യയിലുണ്ടായി. അതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് നോക്കാം. വിദേശ നാണ്യ കരുതൽ ശേഖരത്തിൻ്റെ കുറവാണ്. ഇന്ത്യയിലെ വിദേശ നാണ്യശേഖരം 2 ആഴ്ചത്തെ ഇറക്കുമതിക്ക് പോലും തികയാത്ത വിധം വളരെ താഴേക്ക് പോവുകയുണ്ടായി. ഇന്ത്യയുടെ വിദേശ നാണ്യ ശേഖരം 2 ആഴ്ചത്തെ ഇറക്കുമതിക്ക് പോലും തികയാത്ത രീതിയിൽ വളരെ താഴേക്ക് പോയി. 2 ധനപരമായിട്ടുള്ള കമ്മിയാണ്. സർക്കാരിൻ്റെ ചെലവുകൾ വരുമാനത്തേക്കാൾ വളരെ കൂടുതലാവുകയും വിദേശ കടം വൻതോതിൽ വർദ്ധിക്കുകയും ചെയ്തു. വിദേശ കടം വലിയ തോതിൽ വർദ്ധിക്കുന്നു. കടുത്ത പണപ്പെരുപ്പമാണ് മറ്റൊന്ന്. അത്യാവശ്യ സാധനങ്ങളുടെ വില കുത്തനെ ഉയരുന്നു. പണപ്പെരുപ്പ നിരക്ക് 17% വരെ എത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ IMF, ലോകബാങ്ക് എന്നിവയുടെ നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യ പുതിയ സാമ്പത്തിക നയം സ്വീകരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ IMF, ലോകബാങ്ക് എന്നിവയുടെ നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യ പുത്തൻ സാമ്പത്തിക നയത്തിലേക്ക് പോകുന്നത്. പരിഷ്കാരങ്ങൾക്ക് ശേഷം വന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ. ഉദാരവൽക്കരണവും ലൈസൻസ് രാജ് ഒഴിവാക്കലും വ്യവസായങ്ങൾ തുടങ്ങുന്നതിനുള്ള കടുത്ത നിയന്ത്രണങ്ങളും പെർമിറ്റുകളും ഒഴിവാക്കപ്പെട്ടു. വ്യവസായങ്ങൾ തുടങ്ങുന്നതിന് ആവശ്യമായ കടുത്ത നിയന്ത്രണങ്ങൾ, പെർമിറ്റുകൾ എന്നിവ ഒഴിവാക്കി. ആഗോളവൽക്കരണവും വിദേശ നിക്ഷേപവും. ഇന്ത്യൻ വിപണി വിദേശ കമ്പനികൾക്കായി തുറന്നുകൊടുത്തു. വിദേശ നിക്ഷേപം വൻതോതിൽ വർദ്ധിച്ചു. ഇന്ത്യൻ വിപണി വിദേശ കമ്പനികൾക്കായി തുറന്നുകൊടുത്തു. വിദേശ നിക്ഷേപം വൻതോതിൽ വർദ്ധിച്ചു. സ്കാറ്റർ ഡയഗ്രത്തിൻ്റെ മേന്മകൾ എന്തെല്ലാം? സ്കാറ്റർ ഡയഗ്രത്തിൻ്റെ മേന്മകൾ പറയാം. 2 ചരങ്ങൾ തമ്മിലുള്ള ബന്ധം വളരെ എളുപ്പത്തിലും ദൃശ്യപരമായ വിഷ്വലി മനസ്സിലാക്കാൻ സഹായിക്കുന്നു. സ്കാറ്റർ ഡയഗ്രാം 2 ചരങ്ങൾ തമ്മിലുള്ള ബന്ധം വളരെ എളുപ്പത്തിലും ദൃശ്യപരമായും വിഷ്വലിയും മനസ്സിലാക്കാൻ സഹായിക്കുന്നു. സഹബന്ധം പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് ഒറ്റ നോട്ടത്തിൽ കണ്ടെത്താൻ കഴിയും. സഹബന്ധം പോസിറ്റീവാണോ അഥവാ നെഗറ്റീവാണോ എന്ന് ഒറ്റ നോട്ടത്തിൽ കണ്ടെത്താം. ഗണിതശാസ്ത്രപരമായ കഠിനമായ കണക്കുകൂട്ടലുകൾ ഇവിടെ ആവശ്യമില്ല. ഗണിതശാസ്ത്രപരമായിട്ടുള്ള കടുത്ത കണക്കുകൾ ഇവിടെ ആവശ്യമില്ല. അടുത്ത ചോദ്യം, ഊർജ സ്രോതസ്സുകളെ എങ്ങനെ തരംതിരിക്കാം? ഇന്ത്യയിലെ ഊർജ മേഖലകൾ അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്തെല്ലാമാണ്? ഊർജ്ജ സ്രോതസ്സുകളെ പ്രധാനമായും 2 ആയിട്ടാണ് തരംതിരിക്കുന്നത്. കൺവെൻഷണൽ എനർജിയും നോൺ കൺവെൻഷണൽ എനർജിയും. ഊർജ്ജ സ്രോതസ്സുകളെ പ്രധാനമായും 2 ആയി തിരിക്കാം. പരമ്പരാഗത ഊർജ്ജ സ്രോതസ്സുകൾ, പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ. പണ്ട് മുതൽ ഉപയോഗിച്ചിരുന്നതും പുനഃസ്ഥാപിക്കാൻ കഴിയാത്തതുമായ ഊർജ്ജ സ്രോതസ്സുകൾ. ഉദാഹരണത്തിന് കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം. ഇതൊക്കെ കൺവെൻഷണൽ എനർജിയാണ്. പണ്ട് മുതലേ ഉപയോഗിച്ചു വരുന്നവയാണ്, എന്നാൽ പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവയാണ്. ഇവയ്ക്ക് ഉദാഹരണമാണ് കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം എന്നിവ. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് പറഞ്ഞാൽ നോൺ കൺവെൻഷണൽ എനർജിയാണ്. പരിസ്ഥിതി സൗഹൃദപരമാണ്, വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്നവയുമാണ്. ഇവ പരിസ്ഥിതി സൗഹൃദപരമാണ്, വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്നു. സൗരോർജ്ജം, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം,
ബയോഗ്യാസ് എന്നിവയെല്ലാം ഇതിന് ഉദാഹരണമാണ്. സൗരോർജ്ജം, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം, ബയോഗ്യാസ് മുതലായവ ഇതിന് ഉദാഹരണമാണ്. ഇന്ത്യയിൽ ഊർജ്ജ മേഖല നേരിടുന്ന വെല്ലുവിളികൾ നോക്കാം. ഒന്ന്, ഉൽപ്പാദനശേഷിയുടെ കുറവാണ്. രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്കും ആവശ്യത്തിനും അനുസരിച്ചുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ നിലവിലെ പ്ലാന്റുകൾക്ക് കഴിയുന്നില്ല. രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്കും ആവശ്യത്തിനും അനുസരിച്ചുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഇന്ത്യയിൽ സാധിക്കുന്നില്ല. പ്ലാന്റുകളുടെ കുറഞ്ഞ കാര്യക്ഷമതയാണ്. ഭൂരിഭാഗം താപനിലയങ്ങളും പഴയ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിൽ കാര്യക്ഷമതയിൽ കുറവുണ്ട്. പഴയ താപനിലയങ്ങളാണ്, പഴയ ടെക്നോളജിയാണ്, അതുകൊണ്ട് തന്നെ ആവശ്യമായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നില്ല. മറ്റൊന്ന്, വിതരണ നഷ്ടമാണ്. വൈദ്യുതി വിതരണം ചെയ്യുമ്പോൾ ലൈനുകളിലൂടെ വലിയൊരു ശതമാനം നഷ്ടപ്പെട്ടു പോകുന്നു. വൈദ്യുതി വിതരണം ചെയ്യുമ്പോൾ ലൈനുകളിലൂടെ വലിയൊരു ശതമാനം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അടുത്ത ചോദ്യം, പ്രാഥമിക തത്വവും അത് പ്രൈമറി ഡാറ്റയും ദ്വിതീയ തത്വം സെക്കൻഡറി ഡാറ്റയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാം? പ്രൈമറി ഡാറ്റയും സെക്കൻഡറി ഡാറ്റയും. അന്വേഷകൻ സ്വന്തമായി ആദ്യമായി ശേഖരിക്കുന്ന വിവരങ്ങൾ തികച്ചും മൗലികമായവയാണ് പ്രൈമറി ഡാറ്റ. അന്വേഷകൻ സ്വന്തമായി ആദ്യമായി ശേഖരിക്കുന്ന വിവരങ്ങളാണ്, അതുകൊണ്ട് തന്നെ ഇവ തികച്ചും മൗലികമാണ്. കൂടുതൽ സമയവും പണവും അധ്വാനവും ഇതിന് ആവശ്യമാണ്. കൂടുതൽ സമയം, പണം, അധ്വാനം എന്നിവ ആവശ്യമാണ്. സെക്കൻഡറി ഡാറ്റ മറ്റാരെങ്കിലും ശേഖരിച്ച് പ്രസിദ്ധീകരിച്ച വിവരങ്ങൾ വീണ്ടും ഉപയോഗിക്കുന്നതാണ്. മറ്റാരെങ്കിലും ശേഖരിച്ച് പ്രസിദ്ധീകരിച്ചവ വിവരങ്ങൾ വീണ്ടും ഉപയോഗിക്കുന്നു. വളരെ കുറഞ്ഞ സമയവും ചിലവും മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. വളരെ കുറഞ്ഞ സമയവും ചിലവും മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. പ്രൈമറി ഡാറ്റാസ് എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത്? നേരിട്ടുള്ള വ്യക്തിഗത അഭിമുഖത്തിലൂടെ. ഡയറക്റ്റ് പേഴ്സണൽ ഇൻ്റർവ്യൂ ആണ്, വ്യക്തിഗത അഭിമുഖത്തിലൂടെ. 2, തപാൽ വഴിയോ ഇമെയിൽ വഴിയോ ചോദ്യാവലി അയച്ചു കൊടുക്കാം. മെയിലിംഗ് ക്വസ്റ്റനെയർ എന്ന് പറയാം. തപാൽ വഴിയോ ഇമെയിൽ വഴിയോ ഒക്കെ ചോദ്യങ്ങൾ അയച്ചു കൊടുക്കൽ. നേരിട്ടുള്ള വ്യക്തിഗത അഭിമുഖത്തിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും നോക്കാം. അപ്പോൾ അഭിമുഖത്തിൻ്റെ ദോഷങ്ങളും ഗുണങ്ങളുമാണ് പറയുന്നത്. ആദ്യം മേന്മകളാണ്. ശേഖരിക്കുന്ന വിവരങ്ങൾ വളരെ കൃത്യവും വിശ്വസനീയവുമായിരിക്കും. ശേഖരിക്കുന്ന വിവരങ്ങൾ വളരെ കൃത്യമാണ്, വിശ്വസനീയവുമാണ്. വിവരങ്ങൾ തരുന്ന ആളുകളുടെ സംശയങ്ങൾ അപ്പോൾ തന്നെ പരിഹരിക്കാൻ സാധിക്കുന്നുണ്ട്. വിവരങ്ങൾ തരുന്ന ആളുടെ സംശയങ്ങൾ അപ്പോൾ തന്നെ പരിഹരിക്കാൻ കഴിയും. പോരായ്മ, ഡീമെറിറ്റ്സ്. വലിയൊരു ജനവിഭാഗത്തെ പഠിക്കാൻ ഇത് അനുയോജ്യമായിട്ടുള്ളതല്ല. വലിയൊരു ജനവിഭാഗത്തെ പഠിക്കാൻ ഇത് അനുയോജ്യമല്ല. ഒരുപാട് സമയവും പണവും ആവശ്യമാണ്. ഗവേഷകൻ്റെ വ്യക്തിപരമായ താൽപ്പര്യങ്ങൾ ഈ ഫലത്തെ സ്വാധീനിക്കാറുണ്ട്. ഗവേഷകൻ്റെ വ്യക്തിപരമായ താൽപ്പര്യങ്ങൾ പലപ്പോഴും ഫലത്തെ സ്വാധീനിക്കാറുണ്ട്. മറ്റൊരു ചോദ്യം, ഇന്ത്യ, ചൈന, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ വികസനത്തിനായി രൂപീകരിച്ച പ്രധാനപ്പെട്ട തന്ത്രങ്ങൾ താരതമ്യം ചെയ്യുക. ഇന്ത്യ, ചൈന, പാകിസ്ഥാൻ എന്നീ 3 രാജ്യങ്ങളും ഒരേ കാലഘട്ടത്തിലാണ് വികസന പ്രക്രിയ ആരംഭിച്ചത്. ഇന്ത്യയിലും പാകിസ്ഥാനിലും 1947-ലും ചൈനയിൽ 1949-ലുമായിരുന്നു. ആസൂത്രണത്തിൻ്റെ തുടക്കം. ഇന്ത്യ 1951-ലും പാകിസ്ഥാൻ 1956-ലും ചൈന 1953-ലും പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ചു. ഇന്ത്യ 1951, പാകിസ്ഥാൻ 1956, ചൈന 1953-ലുമാണ് പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ചത്. തുടക്കത്തിൽ 3 രാജ്യങ്ങളും പൊതുമേഖലയ്ക്ക് വലിയ പ്രാധാന്യം നൽകിയിട്ടുള്ള വികസനമാണ് സ്വീകരിച്ചത്. ചൈനയുടെ തന്ത്രങ്ങൾ. ചൈന 1958-ൽ മഹത്തായ കുതിച്ചുചാട്ടം, ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് നടത്തി. ഇതുവഴി വ്യവസായവൽക്കരണവും ഭൂമി കൂട്ടായി കൃഷി ചെയ്യുന്ന കമ്മ്യൂൺ സമ്പ്രദായവും നടപ്പിലാക്കി. 1978-ൽ ചൈന വളരെ നേരത്തെ തന്നെ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ആരംഭിച്ചു. 1978-ൽ ചൈന വളരെ നേരത്തെ തന്നെ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ആരംഭിച്ചു. ഇത് രാജ്യത്തെ വലിയ വളർച്ചയിലേക്ക് നയിച്ചു. ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും തന്ത്രങ്ങളാണ് അടുത്തത്. ഇരു രാജ്യങ്ങളും മിശ്ര സമ്പദ് വ്യവസ്ഥയിലാണ്, മിക്സഡ് എക്കണോമിയിലാണ് പിന്തുടരുന്നത്. ഇന്ത്യ 91-ലും പാകിസ്ഥാൻ 88-ലും സാമ്പത്തിക ഉദാരവൽക്കരണ പരിഷ്കാരങ്ങളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഇന്ന് മനുഷ്യവികസന സൂചികയിലും ഉൽപ്പാദനത്തിലും ചൈന ഈ 2 രാജ്യങ്ങളെക്കാളും വളരെ മുന്നിലാണ്. ഇന്ത്യ 2-മതും പാകിസ്ഥാൻ 3-മതുമാണ്. ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കുന്നതിനുള്ള വിവിധ ഘട്ടങ്ങൾ എഴുതുക. ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള ഘട്ടങ്ങൾ എഴുതുക. 1, വിഷയം തിരഞ്ഞെടുക്കലാണ്. പഠനം നടത്തേണ്ട മേഖലയോ പ്രശ്നമോ കണ്ടെത്തുക എന്നത്. ഒന്നാമത്തേത് വിഷയം തിരഞ്ഞെടുക്കൽ, പഠനം നടത്തേണ്ട മേഖലയോ പ്രശ്നമോ കണ്ടെത്തുക. 2, ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കുക. സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ആണ്. പ്രൊജക്റ്റിലൂടെ എന്താണ് കണ്ടെത്താൻ ശ്രമിക്കുന്നത് എന്ന് വ്യക്തമാക്കുക. ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കൽ, സെറ്റിംഗ് ഒബ്ജക്റ്റീവ്. അപ്പോൾ പ്രൊജക്റ്റിലൂടെ എന്താണ് കണ്ടെത്താൻ ശ്രമിക്കുന്നത് എന്ന് വ്യക്തമാക്കണം. 3-മത്തേത് ചോദ്യാവലി നിർണ്ണയിക്കലാണ്. പ്രിപ്പറേഷൻ ഓഫ് ക്വസ്റ്റ്യനെയർ.
വിവരശേഖരണത്തിനായുള്ള ചോദ്യങ്ങൾ രൂപീകരിക്കുക, ചോദ്യങ്ങൾ തയ്യാറാക്കുക. എന്തിനു വേണ്ടി? ഡാറ്റ കളക്ഷന് വേണ്ടിയുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കുക. നാലാമത്തേത് വിവരശേഖരണമാണ്, ഡാറ്റ കളക്ഷനാണ്. പ്രാഥമിക അല്ലെങ്കിൽ ദ്വിതീയ മാർഗങ്ങളിലൂടെ വിവരങ്ങൾ ശേഖരിക്കുക. പ്രാഥമിക മാർഗത്തിലൂടെയോ ദ്വിതീയ മാർഗത്തിലൂടെയോ ഡാറ്റാസ് കളക്ട് ചെയ്യുക. 5 വർഗീകരണവും പട്ടികപ്പെടുത്തലുമാണ്, ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷൻ. ശേഖരിച്ച വിവരങ്ങളെ ക്രമീകരിക്കുകയും ടേബിളുകളിൽ ആക്കുകയും ചെയ്യുക. ശേഖരിച്ച വിവരങ്ങളെ ക്രമീകരിക്കുക, ടേബിളുകളിലാക്കുക. 6 വിശകലനവും നിഗമനവുമാണ്. മാധ്യമം, മധ്യാങ്കം, സഹബന്ധം തുടങ്ങിയ സ്റ്റാറ്റിക്കൽ മാർഗങ്ങളിലൂടെ വിവരങ്ങൾ വിശകലനം ചെയ്ത് റിപ്പോർട്ട് തയ്യാറാക്കുക. അപ്പോൾ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ എന്ന് പറയും. മാധ്യമം, മധ്യാങ്കം, സഹബന്ധം തുടങ്ങിയ സ്റ്റാറ്റിക്കൽ മെത്തേഡുകളിലൂടെ വിവരങ്ങൾ വിശകലനം ചെയ്ത് റിപ്പോർട്ടുകൾ തയ്യാറാക്കുക. അടുത്ത ചോദ്യം നോക്കാം. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയും തമ്മിലുള്ള ഏതെങ്കിലും 2 വ്യത്യാസങ്ങൾ എഴുതുക. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്നിവ തമ്മിലുള്ള 2 വ്യത്യാസങ്ങൾ. ഒന്ന് ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയാണ്, മറ്റൊന്ന് സോഷ്യലിസ്റ്റ് എക്കണോമിയാണ്. അപ്പോൾ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി എന്ന് പറഞ്ഞാൽ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയാണ്. ഉൽപാദന ഉപാധികൾ സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലായിരിക്കും. ഉൽപാദന ഉപാധികൾ സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലായിരിക്കും. ഇവിടെ ലക്ഷ്യം എന്ന് പറയുന്നത് ലാഭമുണ്ടാക്കുക എന്നത് മാത്രമാണ്. ഏറ്റവും പ്രധാനമായ ലക്ഷ്യം ലാഭമുണ്ടാക്കുക എന്നത് മാത്രമാണ്. സോഷ്യൽ എക്കണോമിയിൽ, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ ഉൽപാദന ഉപാധികൾ മുഴുവൻ സർക്കാരിൻ്റെയോ സമൂഹത്തിൻ്റെയോ ഉടമസ്ഥതയിലായിരിക്കും, ഒരു പൊതുമേഖലയിലായിരിക്കും. ഉൽപാദന ഉപാധികൾ മുഴുവൻ ഒന്നില്ലെങ്കിൽ സർക്കാരിൻ്റെയോ സമൂഹത്തിൻ്റെയോ ഉടമസ്ഥതയിലായിരിക്കും. സാമൂഹിക ക്ഷേമവും സമത്വവും ഉറപ്പുവരുത്തുകയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. സാമൂഹിക ക്ഷേമവും സമത്വവും ഉറപ്പുവരുത്തുകയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇന്ത്യയിലെ ചെറുകിട വ്യവസായങ്ങളുടെ പ്രസക്തി എന്താണ്? മറ്റൊരു ചോദ്യമാണ്, ഇന്ത്യയിലെ ചെറുകിട വ്യവസായങ്ങളുടെ പ്രസക്തി എന്ത്? ഇന്ത്യ പോലുള്ള ഒരു വികസ്വര രാജ്യത്ത് ചെറുകിട വ്യവസായങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇന്ത്യയിൽ ചെറുകിട വ്യവസായങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇന്ത്യ ഒരു വികസ്വര രാജ്യമാണ്. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. ചെറുകിട വ്യവസായങ്ങൾ തൊഴിൽ തീവ്രമായവയാണ്. കുറഞ്ഞ മൂലധനത്തിൽ കൂടുതൽ ആളുകൾക്ക് തൊഴിൽ നൽകാൻ ഇവയ്ക്ക് കഴിയും. അപ്പോൾ കുറഞ്ഞ മൂലധനത്തിൽ കൂടുതൽ ആളുകൾക്ക് തൊഴിൽ നൽകാൻ ഇവയ്ക്ക് കഴിയുന്നു. 2 പ്രാദേശിക സമത്വമാണ്. വലിയ വ്യവസായങ്ങളെ പോലെ നഗരങ്ങളിൽ കേന്ദ്രീകരിക്കാതെ ഗ്രാമപ്രദേശങ്ങളിലും പിന്നോക്ക മേഖലകളിലും ഇവ തുടങ്ങാൻ കഴിയുമെന്നതിനാൽ പ്രാദേശിക വികസന അസന്തുലിതാവസ്ഥ കുറയ്ക്കുന്നു. വലിയ വ്യവസായങ്ങളെ പോലെ നഗരങ്ങളിൽ കേന്ദ്രീകരിക്കാതെ ഗ്രാമപ്രദേശങ്ങളിലും പിന്നോക്ക മേഖലകളിലും ഇവ തുടങ്ങാൻ കഴിയുമെന്നതിനാൽ പ്രാദേശിക വികസന അസന്തുലിതാവസ്ഥ കുറയ്ക്കുന്നു. 3 കുറഞ്ഞ മൂലധന ആവശ്യകതയാണ്. വൻകിട വ്യവസായങ്ങളെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ സാമ്പത്തിക നിക്ഷേപം മാത്രം മതി എന്നതിനാൽ സാധാരണക്കാർക്കും സംരംഭങ്ങൾ തുടങ്ങാൻ സാധിക്കും. വൻകിട വ്യവസായങ്ങളെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ സാമ്പത്തിക നിക്ഷേപം മാത്രം മതി ഇത് തുടങ്ങാനായിട്ട്. അതുകൊണ്ട് സാധാരണക്കാർക്കും ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ തുടങ്ങാനായിട്ട് സാധിക്കും. അടുത്ത ചോദ്യം, സന്തതചരവും അസന്തതചരവും തമ്മിലുള്ള വ്യത്യാസം എന്ത്? ആദ്യം നമുക്ക് സന്തതചരങ്ങൾ നോക്കാം. ഒരു നിശ്ചിത പരിധിക്കുള്ളിലെ ഏത് മൂല്യവും ഭിന്നസംഖ്യകൾ ഉൾപ്പെടെയാണ് സ്വീകരിക്കാൻ കഴിയുന്ന ചരങ്ങളെയാണ് സന്തതചരങ്ങൾ എന്ന് വിളിക്കുന്നത്. ഒരു നിശ്ചിത പരിധിക്കുള്ളിലെ ഏത് മൂല്യവും സ്വീകരിക്കാൻ കഴിയുന്ന ചരങ്ങളെ സന്തതചരങ്ങൾ എന്ന് വിളിക്കുന്നു. ഉദാഹരണത്തിന് ഒരു കുട്ടിയുടെ ഉയരം, ഭാരം, താപനില എന്നിവയെല്ലാം സന്തതചരങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. അസന്തതചരം കൃത്യമായ അക്കങ്ങൾ അല്ലെങ്കിൽ പൂർണ്ണസംഖ്യകൾ മാത്രം സ്വീകരിക്കുന്ന ചരങ്ങളാണ് അസന്തതചരങ്ങൾ. കൃത്യമായ അക്കങ്ങൾ അല്ലെങ്കിൽ പൂർണ്ണസംഖ്യകൾ മാത്രം സ്വീകരിക്കുന്ന ചരങ്ങളാണ് അസന്തതചരങ്ങൾ. ഇവ ഭിന്നസംഖ്യകളാകാറില്ല. ഉദാഹരണത്തിന് ഒരു കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണം, ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം, ഇതെല്ലാം അസന്തതചരമാണ്. അടുത്ത ചോദ്യം, സൂചകങ്ങളുടെ 2 ഉപയോഗങ്ങൾ എഴുതുക. സൂചകങ്ങളുടെ 2 ഉപയോഗങ്ങൾ. ഇൻഡെക്സ് നമ്പേഴ്സിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. വില നിലവാരത്തിലെ മാറ്റങ്ങൾ അളക്കുന്നു. പണപ്പെരുപ്പം, ജീവിത ചെലവ് വിലയിരുത്തുന്നതിനും വിവിധ കാലഘട്ടങ്ങളിലെ സാധനങ്ങളുടെ വില നിലവാര വ്യതിയാനം പഠിക്കുന്നതിന് സഹായിക്കുന്നു. പണപ്പെരുപ്പവും ജീവിത ചെലവും വിലയിരുത്തുന്നതിനും വിവിധ കാലഘട്ടങ്ങളിലെ സാധനങ്ങളുടെ വില നിലവാര വ്യതിയാനം പഠിക്കുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട്. നയരൂപീകരണത്തിന് സഹായിക്കുന്നു. സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത, മിനിമം കൂലി, മറ്റു സാമ്പത്തിക നയങ്ങൾ എന്നിവ നിശ്ചയിക്കാൻ ഇൻഡെക്സ് നമ്പേഴ്സ് സഹായിക്കുന്നുണ്ട്.
സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത, മിനിമം കൂലി, സാമ്പത്തിക നയങ്ങൾ എന്നിവ നിശ്ചയിക്കാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമായിരുന്നു? അടുത്ത ചോദ്യമാണ്, ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ ലക്ഷ്യം എന്തെല്ലാം? ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെയും ആസൂത്രണത്തിൻ്റെയും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ 4 ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെയും ആസൂത്രണത്തിൻ്റെയും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ 4 ഒന്ന്, സാമ്പത്തിക വളർച്ച, ഗ്രോത്താണ്. രാജ്യത്തിൻ്റെ ഉൽപ്പാദനശേഷിയും GDPയും വർദ്ധിപ്പിക്കുക. രാജ്യത്തിൻ്റെ ഉൽപ്പാദനശേഷിയും GDPയും വർദ്ധിപ്പിക്കുക. 2, ആധുനികവൽക്കരണം, മോഡേണൈസേഷൻ. കാർഷിക വ്യവസായ മേഖലകളിൽ പുതിയ സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കുകയും സാമൂഹിക കാഴ്ചപ്പാടുകളിൽ മാറ്റം വരുത്തുകയും ചെയ്യുക. രണ്ടാമത്തേത് മോഡേണൈസേഷൻ അഥവാ ആധുനികവൽക്കരണമാണ്. കാർഷിക വ്യവസായ മേഖലകളിൽ പുതിയ സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കുകയും സാമൂഹിക കാഴ്ചപ്പാടുകളിൽ മാറ്റം വരുത്തുകയും ചെയ്യുക. 3, സ്വയം പര്യാപ്തതയാണ്, സെൽഫ് റിലയൻസ്. വിദേശ രാജ്യങ്ങളെ അമിതമായി ആശ്രയിക്കാതെ സ്വന്തം വിഭവങ്ങൾ ഉപയോഗിച്ച് രാജ്യത്തെ വളർത്തുക. വിദേശ രാജ്യങ്ങളെ അമിതമായി ആശ്രയിക്കാതെ സ്വന്തം വിഭവങ്ങൾ ഉപയോഗിച്ച് രാജ്യത്തെ വളർത്തുക. 4, സമത്വമാണ്, ഇക്വിറ്റി. സാമ്പത്തിക വളർച്ചയുടെ ഫലങ്ങൾ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രത്യേകിച്ച് ദരിദ്രർക്ക് ലഭ്യമാക്കുകയും സാമ്പത്തിക അസമത്വം കുറയ്ക്കുകയും ചെയ്യുക. സാമ്പത്തിക വളർച്ചയുടെ ഫലങ്ങൾ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രത്യേകിച്ച് ദരിദ്രർക്ക് ലഭ്യമാക്കുകയും സാമ്പത്തിക അസമത്വം കുറയ്ക്കുകയും ചെയ്യുക. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഒരു പട്ടികയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തെല്ലാമാണ്? സ്ഥിതിവിവരക്കണക്കുകൾ കൃത്യമായി അവതരിപ്പിക്കുന്ന ഒരു ടേബിളിന് താഴെ പറയുന്ന പ്രധാന ഭാഗങ്ങൾ ഉണ്ടായിരിക്കേണ്ടതാണ്. സ്ഥിതിവിവരക്കണക്കുകൾ കൃത്യമായി അവതരിപ്പിക്കുന്ന ഒരു ടേബിളിന് താഴെ പറയുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വേണം. 1, പട്ടിക നമ്പർ, ടേബിൾ നമ്പർ എന്ന് പറയും. എളുപ്പത്തിൽ തിരിച്ചറിയാൻ നൽകുന്ന നമ്പറാണ് ഇത്. എളുപ്പത്തിൽ തിരിച്ചറിയാൻ നൽകുന്ന നമ്പറാണ് പട്ടിക നമ്പർ. 2, തലക്കെട്ട് അഥവാ ടൈറ്റിൽ. പട്ടികയിലെ വിവരങ്ങൾ എന്തിനെക്കുറിച്ചാണെന്ന് വ്യക്തമാക്കുന്ന ഒരു പേര് വേണം. പട്ടികയിലെ വിവരങ്ങൾ എന്തിനെക്കുറിച്ചാണെന്ന് വ്യക്തമാക്കുന്ന ഒരു ടൈറ്റിൽ, തലക്കെട്ട് വേണം. 3, ക്യാപ്ഷൻസ് വേണം. നിരത്തലക്കെട്ടുകൾ എന്ന് പറയും, ക്യാപ്ഷൻസ്. ലംബമായ കോളങ്ങളുടെ മുകളിലുള്ള തലക്കെട്ടുകൾ, ലംബമായ കോളങ്ങളുടെ മുകളിലുള്ള തലക്കെട്ടുകളാണ് ക്യാപ്ഷൻസ് എന്ന് പറയുന്നത്. മറ്റൊന്ന് വരിത്തലക്കെട്ടുകളാണ്. തിരശ്ചീനമായ വരികളുടെ റോസിൻ്റെ ഇടതുവശത്തുള്ള തലക്കെട്ടുകളാണിത്, വരിത്തലക്കെട്ടുകൾ. തിരശ്ചീനമായ വരികളുടെ റോസിൻ്റെ ഇടതുവശത്തുള്ള തലക്കെട്ടുകൾ. 5, പട്ടികയുടെ ശരീരമാണ്, ബോഡി ഓഫ് എ ടേബിൾ. യഥാർത്ഥ വിവരങ്ങളും അക്കങ്ങളും അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗമാണിത്. യഥാർത്ഥ വിവരങ്ങളും അക്കങ്ങളും അടങ്ങിയിരിക്കുന്ന പ്രധാന ഭാഗം. 6, അളവ് യൂണിറ്റുകളാണ്, യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ്. കിലോഗ്രാം, രൂപ, ടൺ എന്നിങ്ങനെ അളവുകൾ സൂചിപ്പിക്കുന്നത്. കിലോഗ്രാം, രൂപ, ടൺ എന്നിങ്ങനെയുള്ള അളവുകൾ സൂചിപ്പിക്കുന്നത്. 7, അടിക്കുറിപ്പും സ്രോതസ്സുമാണ്. പ്രത്യേക വിശദീകരണങ്ങളും വിവരങ്ങൾ എവിടെ നിന്ന് ലഭിച്ചു എന്നതും രേഖപ്പെടുത്തേണ്ട ഭാഗമാണിത്. പ്രത്യേക വിശദീകരണങ്ങൾ വേണം, അതുപോലെ വിവരങ്ങൾ എവിടെ നിന്ന് ലഭിച്ചു എന്നതും ഇവിടെ രേഖപ്പെടുത്തണം. അടുത്ത ചോദ്യം, ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ കാർഷിക മേഖല അഭിമുഖീകരിച്ചിരുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തെല്ലാമായിരുന്നു? ബ്രിട്ടീഷ് ഭരണത്തിൽ ഇന്ത്യ കൃഷിമേഖല തികച്ചും പിന്നോക്ക അവസ്ഥയിലായിരുന്നു. ഇന്ത്യൻ കൃഷിമേഖല ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ വളരെ പിന്നോക്ക അവസ്ഥയിലായിരുന്നു. എന്താണ് അതിൻ്റെ കാരണമെന്ന് നോക്കാം. 1, ലാൻഡ് റവന്യൂ സിസ്റ്റമാണ്, ജമീന്ദാരി സമ്പ്രദായം. ജമീന്ദാരി സമ്പ്രദായം അഥവാ ലാൻഡ് റവന്യൂ സിസ്റ്റം. കർഷകരെ ചൂഷണം ചെയ്ത് ഉയർന്ന നികുതി ഈടാക്കിയും ഭൂനികുതി വ്യവസ്ഥകൾ കാർഷിക തകർച്ചയ്ക്ക് കാരണമായി. കർഷകരെ ചൂഷണം ചെയ്ത് ഉയർന്ന നികുതി ഈടാക്കിയിരുന്ന ഭൂനികുതി വ്യവസ്ഥകളാണ് ഉണ്ടായിരുന്നത്. ഇത് കാർഷിക തകർച്ചയ്ക്ക് കാരണമായി. 2, കൃഷിയുടെ വാണിജ്യവൽക്കരണമാണ്. ഭക്ഷ്യവിളകൾക്ക് പകരം ബ്രിട്ടീഷ് വ്യവസായങ്ങൾക്ക് ആവശ്യമായ നീലം, പരുത്തി തുടങ്ങിയ നാണ്യവിളകൾ കൃഷി ചെയ്യാൻ കർഷകർ നിർബന്ധിതരായി. ഇത് ക്ഷാമങ്ങൾക്ക് വഴിവെച്ചു. കൂടുതൽ നാണ്യവിളകളാണ് കർഷകരെ കൊണ്ട് കൃഷി ചെയ്യിപ്പിച്ചത്. ഇത് ക്ഷാമത്തിന് വഴിവെച്ചു. 3, അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവാണ്. ജലസേചന സൗകര്യങ്ങളുടെ കുറവുണ്ടായിരുന്നു. ആധുനിക വളങ്ങളുടെയും സാങ്കേതിക വിദ്യയുടെ അഭാവമുണ്ടായിരുന്നു. ഇതെല്ലാം ഉൽപ്പാദനക്ഷമതയെ വളരെ കുറയ്ക്കുകയുണ്ടായി. 1, ജമീന്ദാരി സമ്പ്രദായമാണ്.
കർഷകരെ ചൂഷണം ചെയ്ത് ഉയർന്ന നികുതി ഈടാക്കിയിരുന്ന ഭൂനികുതി വ്യവസ്ഥകൾ കാർഷിക തകർച്ചയ്ക്ക് കാരണമായി തീർന്നു. രണ്ടാമത്തേത് കൃഷിയുടെ വാണിജ്യവൽക്കരണമാണ്. ഭക്ഷ്യവിളകൾക്ക് പകരം നാണ്യവിളകൾ കൃഷി ചെയ്യാൻ കർഷകരെ നിർബന്ധിപ്പിച്ചു. 3. അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവാണ്. ജലസേചന സൗകര്യങ്ങൾ കുറവുണ്ടായിരുന്നു. ആധുനിക വളങ്ങളും സാങ്കേതിക വിദ്യകളും ഉണ്ടായിരുന്നില്ല. ചില വൺ വേർഡ് ചോദ്യങ്ങൾ നോക്കാം. ഇന്ത്യ ജനസംഖ്യാ പരിവർത്തനത്തിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നത് എന്നാണ്? 1921 ഇന്ത്യ ജനസംഖ്യാ പരിവർത്തനത്തിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നത് 1921. കാർവ കമ്മിറ്റിയുടെ ലക്ഷ്യം എന്തായിരുന്നു? ഗ്രാമീണ വ്യവസായങ്ങളെയും ചെറുകിട വ്യവസായങ്ങളെയും കുറിച്ച് പഠിക്കുക എന്നതായിരുന്നു. 1955 രൂപീകരിച്ച ഒരു കമ്മിറ്റിയാണ് കാർവേ കമ്മിറ്റി. ഗ്രാമ ചെറുകിട വ്യവസായ കമ്മിറ്റി എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. മൂന്നാമത്തേത്, ദാരിദ്ര്യം നിർണ്ണയിക്കുന്നതിനായി ഇന്ത്യയിൽ ആദ്യമായി രൂപരേഖ തയ്യാറാക്കിയതാരാണ്? ദാദാഭായ് നവറോജിയാണ് ഇന്ത്യയിൽ ആദ്യമായി ദാരിദ്ര്യം നിർണ്ണയിക്കുന്നതിനായി രൂപരേഖ തയ്യാറാക്കിയത്. അദ്ദേഹത്തിൻ്റെ പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിലാണ് ജയിൽ ഉപഭോഗ ചെലവ് അടിസ്ഥാനമാക്കി ഇന്ത്യയിലെ ദാരിദ്ര്യരേഖയുടെ ആദ്യ രൂപരേഖ നിർവഹിച്ചത്. ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം ഏതാണ്? ICMR. ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ICMR. NCERT, SCERT എന്നിവ വിദ്യാഭ്യാസ മേഖലയിലും AICTE സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിലുമാണ് പ്രവർത്തിക്കുന്നത്. ഗ്രാമീണ കാർഷിക മേഖലയിലെ വായ്പാ സംവിധാനം നിയന്ത്രിക്കുന്നതിന് വേണ്ടി 1982 സ്ഥാപിച്ച ഉന്നതാധികാര സ്ഥാപനമാണ് നബാർഡ്. ചൈനയെ വളരെ വേഗം വ്യവസായവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി 1958 നടപ്പിലാക്കിയ നയമാണ് മഹത്തായ കുതിച്ചുചാട്ടം, ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ്. 1958 ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് ചൈനയിലെ മാവേ സെതൂങ്ങിൻ്റെ നേതൃത്വത്തിൽ 1958 ആരംഭിച്ച സാമ്പത്തിക പരിഷ്കരണ പദ്ധതിയാണ് ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് എന്നത്, അഥവാ മഹത്തായ കുതിച്ചുചാട്ടം എന്നത്. ഗതാഗതം ഏത് മേഖലയിലാണ് ഉൾപ്പെടുന്നത്? ഗതാഗതം തൃതീയ മേഖലയിലാണ്. ഒരു സേവനമായതുകൊണ്ട് ഗതാഗതം തൃതീയ മേഖലയിലാണ് വരുന്നത്. ഖനനം, മത്സ്യബന്ധനം, വനവൽക്കരണം എന്നിവ പ്രകൃതി വിഭവങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ അത് പ്രാഥമിക മേഖലയിലാണ്. ഖനനം, മത്സ്യബന്ധനം, വനവൽക്കരണം എന്നിവ പ്രകൃതി വിഭവങ്ങളും നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അവ പ്രാഥമിക മേഖലയിലാണ്. ഗതാഗതം സേവനമായതുകൊണ്ട് ഇത് തൃതീയ മേഖലയിൽപ്പെടുന്നു. സൗരോർജ്ജം പാരമ്പര്യേതര ഊർജ്ജമാണ്. സൗരോർജ്ജം പാരമ്പര്യേതര ഊർജ്ജമാണ്. പെട്രോളിയം, കൽക്കരി എന്നിവ പരമ്പരാഗതവും പുനഃസ്ഥാപിക്കാൻ കഴിയാത്തതുമാണ്. യഥാർത്ഥ സർവേയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള തെറ്റുകൾ മനസ്സിലാക്കുന്നതിനായി നടത്തുന്ന പരീക്ഷണ സർവേയാണ് പൈലറ്റ് സർവേ എന്ന് പറയുന്നത്. യഥാർത്ഥ സർവേയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള തെറ്റുകൾ മനസ്സിലാക്കുന്നതിനായി നടത്തുന്ന പരീക്ഷണ സർവേയുടെ പേരാണ് പൈലറ്റ് സർവേ. R=1 ആയാൽ ചരങ്ങൾ തമ്മിലുള്ള സഹബന്ധം പൂർണ്ണ പോസിറ്റീവ് സഹബന്ധമായിരിക്കും. R=1 ആയാൽ പൂർണ്ണ പോസിറ്റീവ് സഹബന്ധത്തിലായിരിക്കും. നമ്മൾ പ്രധാനപ്പെട്ട എല്ലാ ചോദ്യങ്ങളും ചർച്ച ചെയ്ത് കഴിഞ്ഞു. ക്ലാസ് നന്നായി കേൾക്കുക, പഠിക്കുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ്. ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റുമൊക്കെ പ്രതീക്ഷിക്കുന്നു.